ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇതിനെ പാല് വാഴയ്ക്ക എന്നാണ് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പാല് വാഴയ്ക്ക കടിക്കാനൊക്കെ കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് അരിപ്പൊടിയുടെ ചെറിയ പോലത്തെ ചേർക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ വാട്ടിക്കുഴയ്ക്കുന്നത് പോലെ തന്നെ കുറച്ച് മാവെടുത്ത് അരിപ്പൊടി എടുത്തിട്ട് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കിങ്ങ് ഉരുട്ടിക്കുഴച്ചിങ്ങ് എടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം കുറച്ച് ചെറിയ ബോളുകളാക്കി എടുത്ത് നമ്മുടെ കയ്യിലിട്ടൊന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിങ്ങനെ ഷേപ്പിൽ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ പാല് വാഴയ്ക്ക ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ആണ്. അതിനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയും ചേർത്ത് നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാലാട്ടോ. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ശർക്കര തന്നെയാണ്. ഞാനിവിടെ ഒരു 1/4 കിലോയോളം ശർക്കര ഇങ്ങനെ ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരല്പം വെള്ളം ചേർത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാവേ. അപ്പം ഞാനിവിടെ നല്ല അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ബോൾ പോലെ പൊങ്ങി വരുന്ന ആ സമയത്ത് നമുക്കിങ്ങ് കോരിയെടുക്കാം. ഇനി നമുക്കിതങ്ങ് കോരി മാറ്റാമേ. ഇനി ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലയുണ്ടെങ്കിൽ കടല ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ കടിക്കാനായിട്ട് എന്താണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അത് നമുക്കിങ്ങോട്ട് കോരിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ശർക്കരപ്പാനി ഇരുന്ന പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ രണ്ടാം പാലും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതും കൂടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ശർക്കരപ്പാനിയും അതുപോലെ തന്നെ ഈ രണ്ടാം പാലിലും കിടന്നാണ് നമ്മുടെ ഈ അരിപ്പൊടിയുടെ ബോളുകൾ വേകാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ബോൾസ് നമ്മുടെ ഈ ശർക്കരപ്പാനിയും നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ പൊടിയോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അധികം നേരം ഇട്ട് ഇളക്കി കൊടുക്കരുത്. അപ്പോഴത്തേക്ക് നമ്മുടെ ആ അരിപ്പൊടിയുടെ ഇതൊക്കെ ആ ബോളുകളൊക്കെ പൊട്ടി പോകും. അത് ഇളക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി ഇത് കിടന്ന് വേകട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റത്തെ ഒരു വേവേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ബോൾസൊക്കെ റെഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഏത്തപ്പഴമാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ പഴം കൂടി ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കിതൊന്നും കൂടെ ഇളക്കിയിട്ട് കൊടുത്ത് ഈ പഴവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചെറുജീരകവും ഏലക്കയും കൂടി നമ്മൾ പഞ്ചസാരയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചെടുത്തതിലേക്ക് നമ്മൾ ആ ഒന്നാം പാലൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ആ പൊടി അതിലേക്ക് ചേർക്കുമ്പോൾ അത് കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പാൽ ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒന്നാം പാലും നമ്മുടെ ഏലക്കയും ചെറുജീരകവും പഞ്ചസാരയും എല്ലാം കൂടെ കൂടിയിട്ടുള്ള അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിളയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോഴത്തേക്കും ഇത് റെഡിയാവും. പിന്നെ ഇത്തിരി ലൂസായിട്ട് നമ്മൾ ഇറക്കണം, അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ നല്ലതുപോലെ കുറുകിയിട്ട് ഇറക്കിയാൽ ഇനി ഇത് പുറത്തിരുന്ന് പിന്നെയും കുറുകും. അപ്പം കട്ടിയായി പോകും. അതുകൊണ്ട് ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം.
ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുമ്പേ വറുത്ത് മാറ്റി വെച്ചിരുന്ന കിസ്മിസും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തതും കൂടെയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് തണുത്ത്, അതായത് ഇതിൻ്റെ ചൂടൊക്കെ കുറയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ കുറുകി വരുവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് നമ്മൾ ഇറക്കി ഒരു മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഇതിലും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന എപ്പോഴാണെന്നറിയോ, ഇത് തണുത്തൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണം. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.